എത്ര ഇരുണ്ട നിറമുള്ളവർക്കും എന്തൊക്കെ പാക്ക് യൂസ് ചെയ്തിട്ടും ഒട്ടും തന്നെ നിറം വയ്ക്കാത്തവർക്കുമായിട്ട് ഇന്നൊരു ഫുൾ ബോഡി ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു പാക്ക് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ അടുക്കളയിലുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ എടുക്കുക. ഈ ജ്യൂസ് വേണം നമുക്ക് ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നല്ല രീതിക്ക് ലൂസായി പോവാതെയും അധികം തിക്കായിട്ടും അല്ലാതെ നല്ല എന്താ പറയുക ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇരുണ്ട നിറമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. അല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് സ്കിന്നിൽ നല്ല ഗ്ലോ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പാക്കിൽ ക്യാരറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു എന്താ പറയുക ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതിൽ വൈറ്റമിൻ എയും സിയും വൈറ്റമിൻ ഇ ഒക്കെ ചേർന്ന ഒരു കലവറ തന്നെയാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസറായിട്ടിരിക്കാനും സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കുവാനും അതുവഴി ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഇത് അടിപൊളിയാണ്. അപ്പം ഇത് നമ്മുടെ ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ച ശേഷം ഞാനിവിടെ കൈയൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാനായിട്ട്. നിങ്ങൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് കൈമുട്ടിലും കാൽമുട്ടിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അവിടേക്കാണ് കൂടുതലും നല്ല എന്താ പറയുക ഡാർക്ക് കളറിലായിട്ടൊക്കെ ചിലവർക്കൊക്കെ ഡാർക്ക് കളർ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ആ പാക്കിട്ട കൈയിലും ഇപ്പുറത്തെ കൈയിലും വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കളർ ചേഞ്ച് തന്നെ കാണാനായിട്ട് പറ്റും. ഏതൊരു പാക്ക് നമ്മൾ ബോഡിയിലോ ഫേസിലോ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പും ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് കൂടെ ചെയ്തിട്ട് വേണം നിങ്ങൾ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും പാക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് എൻ്റെ ഈ 2 കൈയിലെയും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് കമൻ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.